ഈ ജനതയുടെ സ്നേഹത്തെ വാക്കിൽ പറയാൻ കഴിയില്ല. ചിലപ്പം ചെറുതായിട്ടൊന്ന് ചിരിക്കുകയുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് തലയാട്ടം ഉണ്ടാവുള്ളൂ. ഇപ്പൊ വയസ്സായ ഒരു അമ്മ, ആ അമ്മയുടെ മുമ്പിൽ നിങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ അവര് നമ്മളെ പ്രസവിച്ചതാവില്ല. എന്താണ്ട് ഉണ്ണി, എന്താണ്ട് മകനെ എന്ന് നേരിട്ട് ചോദിച്ചാൽ അത് എത്രത്തോളം അത് ഉള്ളിൽ തട്ടുമെന്നത് അനുഭവിച്ചറിഞ്ഞവർക്കേ പറയാൻ പറ്റൂ. നമ്മൾ അവർ ഓരോരുത്തരുടെയും വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നവരായിട്ടല്ല, അവർക്ക് ചെലവിന് കൊടുക്കുന്നവരായിട്ടല്ല, അവരുടെ കടങ്ങൾ വീട്ടുന്നവരായിട്ടല്ല, അവരുടെ വ്യക്തിപരമായ ആനുകൂല്യങ്ങളുടെ പുറകിലെ ശക്തിയായി പ്രവർത്തിക്കുന്നതും കൊണ്ടല്ല. നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് തോന്നിയാൽ മറ്റെല്ലാ പരിഗണനകൾക്കും അപ്പുറത്തേക്ക്, ജാതിയുടെയും മതത്തിന്റെയും എല്ലാ അതിർവരമ്പുകൾക്കും അപ്പുറത്തേക്ക് ചേർത്ത് പിടിക്കാൻ ഈ മണ്ണിനുള്ള ശേഷിയും കഴിവും അതാരെല്ലാം വില കുറച്ച് കണ്ടാലും അതൊന്നും പാലക്കാടിന്റെ മണ്ണിൽ വില പോവില്ല എന്നുള്ള കാര്യത്തിന് ഒരു സംശയവുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ 3 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച ഒരാളാണ്. ആ 3 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച എനിക്ക് ഒരു വോട്ട് കിട്ടാൻ വേണ്ടിയും ഒരു വീട്ടിലും നോട്ട് കെട്ടുകൊണ്ട് പോവേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് ഈ നാടിന്റെ പ്രത്യേകതയാണ്. അതെന്റെ പ്രത്യേകതയല്ല, അത് ഈ നാടിന്റെ പ്രത്യേകതയാണ്. എന്ന് വെച്ചാൽ അവനവന്റെ വോട്ടിനെ വിൽക്കാൻ വെച്ചവരല്ല പാലക്കാട്ടുകാർ എന്ന് 2 വിഭാഗക്കാർ തിരിച്ചറിയണം. 1, കള്ളപ്പണം കൊണ്ടുവരുന്നവരും, 2, ഇല്ലാത്ത കള്ളപ്പണത്തിന്റെ തിരക്കഥ മെനയുന്നവരും. 2 പേരും അത് തിരിച്ചറിയേണ്ട കാര്യമുണ്ട്.